ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണേ. ഞാനിന്ന് തിരുവനന്തപുരം കേശവദാസപുരത്തുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. പാരഗൺ റെസ്റ്റോറൻറ്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ബിരിയാണിയാണല്ലോ. പക്ഷേ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന നോൺ വെജ് മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടുന്ന പാരഗണാണ് കോഴിക്കോടുള്ളത്. അവരുടെ ഔട്ട്ലെറ്റ് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം കേശവദാസപുരത്തും. ഇപ്പോൾ പുതുതായിട്ട് ലുലു മോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവാർഡ് വിന്നറൊക്കെയാണ് കേട്ടോ ഈ ഒരു ഹോട്ടലെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അവരുടെ സ്പെഷ്യൽ ലഗൂൺ ചിക്കൻ ബിരിയാണിയാണ്. പക്ഷെ അത് ഞാൻ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല. ഒരു തവണ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു ആംബിയൻസിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും വന്നാലും തിരക്കാണ് കേട്ടോ. ഉച്ച സമയത്തൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്താലേ നമുക്ക് സീറ്റ് തന്നെ കിട്ടത്തുള്ളൂ. ടോക്കൺ അനുസരിച്ചാണ് അവർ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കൊരു സീറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ നോൺ വെജ് മീൽസാണ് ഓർഡർ ചെയ്തത്. നോൺ വെജ് മീൽസിന് അവർ ചാർജ് ചെയ്യുന്നത് 289 രൂപയാണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് കറികളൊക്കെ ഉണ്ട്. പാരഗണിലെ നോൺ വെജ് ഊണ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള മീൻ കറിയൊക്കെ അവരിവിടെ സെർവ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു മീൽസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു മീൽസിനൂടെ ഒരുപാട് കറികൾ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറികൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഊണിന് വിളമ്പിയത് നല്ല കുത്തരി ചോറ് തന്നെയാണ്. ചൂട് പറക്കുന്ന ചോറാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് ഇഷ്ടപ്പെട്ട പരിപ്പുണ്ടായിരുന്നു. നല്ല കട്ടി പരിപ്പായിരുന്നു. ചൂട് പരിപ്പും പപ്പടവും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് കഴിക്കുമ്പോഴാണ് നമുക്കൊരു ഊണിൻ്റെ ടേസ്റ്റ് ആദ്യമേ അറിയാൻ പറ്റുന്നത്. കഴിച്ച് നോക്കിയപ്പം നന്നായിട്ടുണ്ട്. നല്ല പരിപ്പായിരുന്നു കേട്ടോ. നല്ല കുറുകിയ പരിപ്പ്, നല്ല സ്വാദുണ്ടായിരുന്നു. നമ്മുടെ സദ്യയ്ക്ക് കഴിക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ രുചി തന്നെ കിട്ടി കേട്ടോ. എന്തായാലും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഓരോ കറികളായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തോരനുണ്ട്, നല്ല തേങ്ങ അരച്ച ചമ്മന്തിയുണ്ട്. തേങ്ങ അരച്ച ചമ്മന്തി മിക്കവാറും ഇപ്പോൾ എല്ലാ ഊണിൻ്റെ കൂടെയും കിട്ടാറുണ്ട്. എങ്കിലും ഇത് നല്ല രുചി ഉണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളിയുടെ രുചി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു ചമ്മന്തി. അതുപോലെ തന്നെ കറികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചീരത്തോരനുണ്ടായിരുന്നു. വള്ളിപ്പയറിൻ്റെ വിഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഹാഫ് ബോയിലായിട്ടുള്ള ഒരു വിഴുക്കായിരുന്നു. അതൊക്കെ നല്ലതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു താലി മീൽസിൽ കിട്ടുന്ന കറികളെല്ലാം ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല മുളകരച്ച മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടി ഗ്രേവിയൊക്കെ ആയിട്ട് കേരച്ചൂരായിരുന്നു ഈ ഒരു മീൻ കറിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എരിവുണ്ടായിരുന്നു. പക്ക ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു രുചിയുടെ ടേസ്റ്റ് ഞാൻ എടുത്തു പറഞ്ഞത്. മീൻ കറി നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മീൽസിൻ്റെ കൂടെ 2 ടൈപ്പ് മീൻ കറിയാണ് തരുന്നത്. ഇത് ആദ്യത്തെ ടൈപ്പായിട്ടുള്ള കേര ചൂര കൊണ്ടുണ്ടാക്കിയ മീൻ കറിയായിരുന്നു. ഇനി അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് അവരുടെ സ്പെഷ്യൽ സാമ്പാർ കേട്ടോ. സാമ്പാർ നല്ല കട്ടിയുള്ളൊരു സാമ്പാറായിരുന്നു. ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അധികം എരിവ് കാണത്തില്ലെന്നാണ് തോന്നുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അധികം എരിവ് കാണത്തില്ല. എന്ന് വെച്ചാൽ മുളക് പൊടിയുടെ കളറ് കുറച്ച് കുറവായിരുന്നു. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സാമ്പാർ നല്ല ചൂടും ഉണ്ടായിരുന്നു. അധികം കുറുകിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പ്രശ്നമല്ല, നല്ല സ്വാദായിരുന്നു കേട്ടോ. അധികം എരിവില്ല, ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു നാടൻ സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത അവരുടെ സ്പെഷ്യൽ മീൻകറിയിലോട്ട് പോയത്. നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ള നെയ്മീൻ കറിയാണ് കേട്ടോ. അടുത്തൊരു ഡിഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐറ്റം മീൻ കറിയിൽ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടാക്കിയ നെയ്മീൻ കറിയാണ് ഉണ്ടായിരുന്നത്. ഇത് ടേസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു മീൽസ് തന്നെ സെലക്ട് ചെയ്തത്. നല്ല കുറുകിയ ഗ്രേവിയുടെ കൂടെ ആ ചോറ് കഴിച്ചപ്പോഴേ വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു. തേങ്ങാപ്പാൽ നല്ലതുപോലെ അതിൽ ചെയ്തിട്ടുണ്ട്. ഗ്രേവി ആയിരുന്നാലും അധികം എരിവില്ലാതെ നല്ല കട്ടിയോടുകൂടി കുറുകിയ ഗ്രേവിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചിയും എടുത്തു പറയാനാണ് കേട്ടോ. വേറെ ലെവലായിരുന്നു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു മീൽസ് മസ്റ്റ് ട്രൈ ചെയ്യുക. മീനായിരുന്നാലും നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. ചെറിയൊരു പീസ് ഉള്ളെങ്കിലും അത്യാവശ്യം നല്ലൊരു പീസായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സ്വാദം ഉണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്ത് ഇതുപോലൊരു മീൻകറി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഇതുപോലുള്ള മീൻകറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഗ്രേവി ഞാൻ വെറുതെ എടുത്ത് കഴിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ രുചി തന്നെയാണ്. ഈ ഒരു മീൻകറി എവിടുത്തെ സ്റ്റൈലാണ് എന്നറിയാമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ രുചിക്ക് വേറൊരു ലെവൽ വന്നതന്നെ കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു നോൺ വെജ് താലി മീൽസിൻ്റെ കൂടെ 2 ഐറ്റം മീൻകറി വിളമ്പുന്നത്. ഞാൻ ഒരുപാട് കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറിയും പുളിശ്ശേരിയും മസ്റ്റ് ട്രൈ ആണ്. വലിയൊരു കോമ്പിനേഷനാണ് കേട്ടോ. അത്യാവശ്യം മധുരമുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ആയിരുന്നു. പിന്നെ ഊണിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിപ്സും ഉണ്ടായിരുന്നു. ഇന്ന് കപ്പ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചിപ്സ് ആയിരുന്നു. ഓവറോൾ 289 രൂപയ്ക്ക് നല്ലൊരു ഊണാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനം ഊണിൻ്റെ കൂടെ നല്ല കട്ട തൈരും ലേശം
രസമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. പാരകളിൽ നിങ്ങൾ ബിരിയാണിയോ നോൺ വെജ് വിഭവങ്ങളോ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഉച്ച സമയം ആണെങ്കിൽ ഊണും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം മധുരത്തിന് വേണ്ടിയിട്ട് പായസം കൂടെ വച്ചിട്ടുണ്ട്. നല്ല ശർക്കരയും നെയ്യും അരിയൊക്കെ ചേർത്തിട്ടുള്ള പായസമായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ലിമിറ്റഡ് ഊണായിരിക്കും ഇവിടെ കിട്ടാറുള്ളത്. അതുപോലെ തന്നെ നല്ല തിരക്കുമാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ഉണ്ട് കേട്ടോ.